ഓരോ ദിവസവും പുലരണത് ഓരോ പ്രതീക്ഷകളായിട്ടാണ് അല്ലേ. അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ഒഴിവ് ദിവസമാണ്. അപ്പോൾ അതേ നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ റംബൂട്ടാൻ പലതും പഴുത്തിട്ടുണ്ട്, കളറ് മാറിയിട്ടുണ്ട്. ചിലതൊക്കെ കിളികൾ അവർ മുഴുവനായിട്ട് ഭക്ഷിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോലും ഒരെണ്ണം തരാതെ അവർ ഫുള്ളായിട്ട് കഴിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ ഒന്ന് ആലോചിക്കുമ്പോൾ അവർക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഇതെന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു സമാധാനം. അപ്പോൾ ഇന്നൊരു ഒഴിവ് ദിവസമാണ്, അപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിയാലോ എന്ന് പറഞ്ഞു ശരത്തേട്ടനോട്. അപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞു നമുക്കിന്ന് പട്ടത്തിപ്പാറ പോവാം. അങ്ങനെ ഞങ്ങൾ പട്ടത്തിപ്പാറയിലേക്ക് പുറപ്പെട്ടു, ഞാനും മോനും ശരത്തേട്ടനും കൂടിയിട്ട്. അപ്പോൾ അമ്മ പോകുന്നില്ല കേട്ടോ. അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ റൂട്ട് സൈഡിൽ നിന്ന് കാട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അമ്മ പോകുന്നില്ല. ഞങ്ങൾ വീട്ടിലിട്ട ആ ഡ്രസ്സാലെ ഞങ്ങൾ 3 പേരും പോയി. അപ്പോൾ അതേ നമ്മൾ പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ വഴികൾ ഫുള്ള് കല്ലും കട്ടയും ഒക്കെയാണ്, കാടിൻ്റെ ഉള്ളല്ലേ. പിന്നെ ഒരു സൈഡ് ഫുള്ള് റബ്ബറാണ്, അപ്പുറത്തെ സൈഡിൽ ഈ പാറക്കെട്ടും അതുപോലെ തന്നെ മുളങ്കൂടുകളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ മോനാണെങ്കിൽ ഭയങ്കര പേടി, ഇവിടെ ആന ഉണ്ടാവുമോ പുലി ഉണ്ടാവുമോ എന്നൊക്കെ, കാടല്ലേ. അപ്പോൾ പോരാത്തതിന് ഞങ്ങൾ വരുന്ന വഴി പരിചയമുള്ളൊരു ചേട്ടൻ പറഞ്ഞു ഇന്നലെ ഇതുവഴി ആന പോയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി കേട്ടപ്പോൾ അവന് ഭയങ്കര പേടിയായി, അവൻ നടക്കാൻ കൂട്ടാക്കണില്ല. അപ്പോൾ ശരത്തേട്ട അവനെ എടുത്തിട്ട് മുന്നിൽ നടന്നു, ഞാൻ ഫോണും കൈ പിടിച്ച് പുറകിൽ നടന്നു. അപ്പോൾ കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ പട്ടത്തിപ്പാറ പോകണം. നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് പോലും ഞാൻ ഇത്ര നാളായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചത്. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു കേട്ടോ, കിതച്ചു നടന്നു വന്നപ്പോൾ. പക്ഷെ എന്നാലും നമുക്ക് അവിടെ കാണാമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ വെള്ളമല്ലേ, മോന് ഭയങ്കര പേടിയാണ് വെള്ളം. അപ്പോൾ നമ്മളൊരു ബീച്ചിൽ പോയാൽ വരെ അവൻ ഇറങ്ങിയില്ല, അവന് പേടിയാണ് വെള്ളം കാണുമ്പോൾ. വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ്, നമ്മുടെ വീട്ടിലൊക്കെ ടാപ്പ് തുറന്ന് കളിക്കുമെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ബീച്ച് അതുപോലെ കുളം അതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര പേടിയാട്ടോ. അപ്പം നമുക്കും ഈ പറഞ്ഞ പോലെ അകലെ നിന്ന് കാണാം, അത്രേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും ആഗ്രഹമില്ല. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. വെള്ളമൊക്കെ ഇത് എത്ര ഭംഗിയായിട്ട് ഒലിച്ച് വരുന്നത്. നമുക്ക് ഈ വെള്ളം ഒലിച്ച് വരുന്ന ആ ഒരു പടവ് പോലെ ഉണ്ടല്ലോ, അവിടെ നമുക്ക് നിൽക്കാം കേട്ടോ. പക്ഷെ നമ്മൾ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ അവിടെ നിന്ന് വീഴാതെ ശ്രദ്ധിക്കണം. പലരും അവിടെ നിന്ന് വീണിട്ടും മരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ് കഴിഞ്ഞാൽ ശരിക്കും താഴത്തൊരു നല്ലൊരു വ്യൂ ഉണ്ട്, അവിടേക്കാണ് നമ്മൾ എത്തുക. അവിടെ വീഴുമ്പോഴത്തേക്കും നമ്മുടെ പണി കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ, വെള്ളമൊക്കെ കാണാൻ രസമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ. നമുക്ക് ഇതിൻ്റെ ഇപ്പം ഈ കാണുന്നതിൻ്റെ മുകളിലേക്ക് കയറി പോകാട്ടോ, ഞങ്ങൾ അങ്ങോട്ട് കയറി പോയിട്ടില്ല. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് താഴത്തേക്കും ഇറങ്ങാം. താഴത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പോർഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് മഴ പെയ്ത് അവിടെ ആകെ സ്ലിപ്പായിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പാവാനുള്ളൊരു ചാൻസ് ഉണ്ട്, മണ്ണേ ഒട്ടുന്ന മണ്ണായതുകൊണ്ട്. അപ്പം ഞാൻ താഴത്തേക്കും ഇറങ്ങിയില്ല, മുകളിലേക്കും കയറിയില്ല. ഞങ്ങൾ ഈ ഒരു സൈഡിൽ, ഞാനും മോനും ഈ ഒരു സൈഡിൽ ഒതുങ്ങി നിന്നു. ശരത്തേട്ടനാണ് അവിടെ പോയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. മോനാണെങ്കിൽ ഭയങ്കര പേടി, എന്നെയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ സമ്മതിക്കണമില്ല. ശരത്തേട്ടനാണെങ്കിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവൻ ഇവിടെ നിന്ന് കരയായിരുന്നു. ശരത്തേട്ട ഇങ്ങോട്ട് വായോ വീഴും എന്ന് പറഞ്ഞിട്ട്. സംഭവം ശരിയാട്ടോ, ഈ വെള്ളം ഒലിച്ചു പോകണുണ്ട. ഇത് താഴോട്ടാണ് പോണത്. താഴത്തെ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങാനും കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നിൽക്കാൻ പറ്റില്ല, നമ്മൾ വീഴും. വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്, നമുക്ക് കാണാനൊക്കെ ഭംഗിയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കുട്ടികളെയായാലും കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കണ്ടോ എത്ര രസമായിട്ടാണ് വെള്ളം പോണേ. താഴത്തുനിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരത്തേട്ടനാണ് അവിടെ പോയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത്. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. നമ്മുടെ ഈ പാലക്കാട് റൂട്ടൊക്കെ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഹിഡൻ പ്ലേസ് ഇവിടെയുള്ള കാര്യം മറക്കരുത് കേട്ടോ. നമുക്ക് വന്ന് കയറി കണ്ടു പോകാൻ പറ്റുന്ന നല്ലൊരു വാട്ടർഫോളാണ് പട്ടത്തിപ്പാറ എന്ന് പറയണത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.